ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയേണ്ടായി അവർ ജൂൺ 1-ാം തീയതി തൊട്ടിട്ട് സമരത്തിലോട്ട് പോവാണ്. പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. സിനിമാ സമരം, സിനിമ നഷ്ടത്തിലാവുന്നു. അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. താരങ്ങളാണ് സിനിമക്ക് നഷ്ടമുണ്ടാക്കുന്നത്. എനിക്ക് വീണ് പരിചയമില്ല മക്കളെ, വീഴ്ത്തിയേ പരിചയമുള്ളൂ. അപ്പോൾ ഈ താരങ്ങളെ വച്ചുകൊണ്ട് സിനിമകൾ ചെയ്ത് ലാഭമുണ്ടാക്കിയിട്ടുള്ള കുറേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തലപ്പത്തിരിക്കുന്നത്. നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം മോട്ടിക്കരുത്. വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടു, അപ്പം മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്കാം. അവർ തന്നെയാണ് പറയുന്നത് താരങ്ങൾക്ക് വില കുറക്കണം. അപ്പോൾ അത് ഒരു ന്യായമായ ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരെന്താ? രേവതി കലാമന്ദിർ. നമ്മളെ ചോറല്ലേ അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേര് അദ്ദേഹം വെക്കുന്ന എന്താ? മേനക സുരേഷ് കുമാർ. ഈ മേനക ചേച്ചി ആക്ട്രസ് ആയിരുന്നല്ലോ. ചട്ടിയും കണ പൊട്ടിയ കയ്യിലും നല്ല കൂട്ട്, ഒന്നിനൊന്നര കൂട്ടെന്ന നമ്മളാരും മേനക ചേച്ചി അമ്മയുടെ മെമ്പറാണ്. നമ്മളതുകൊണ്ട് കുറ്റപ്പെടുത്താനൊന്നും പോകത്തില്ല. പക്ഷെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പക്ഷേ ഒരു തലക്കത്ത് ഇത് പറയുന്ന സമയത്തൊന്ന് ആലോചിക്കണ്ടേ? എൻ്റെ സിനിമാ കമ്പനിയുടെ പ്രൊഡ്യൂസറായിട്ട് ഞാൻ പേര് വെക്കുന്നത് മേനക സുരേഷ് കുമാർ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. എന്താണ് എനിക്കും ജീവിക്കണ്ടോ? ഇനി അദ്ദേഹത്തിന്റെ മകള് ആക്ട്രസ് അല്ലേ, കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ? ഇന്ന് വരെ ₹1 കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ? കിട്ടി, പലിശ സഹിതം കിട്ടി. വരാനുള്ളത് വഴി പോയിട്ട് വലയെ പോലും തന്നത്തില്ല. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് ഇവർക്ക് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഹിറ്റാക്കണമെന്നുണ്ടെങ്കിൽ താരങ്ങളെ ഇല്ലാതെ ഇവർക്ക് സിനിമ എടുക്കാമല്ലോ. ഇവരെന്താ അതിനെ മുതിരാത്തത്? അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. അപ്പൊ ഇവർക്ക് താരങ്ങളെ വേണം നായകനായിട്ട്, അല്ലെ നായികയായിട്ട്, അല്ലെങ്കിൽ മറ്റ് നിലയിലോട്ട് താരങ്ങളെ തന്നെ വേണം. ഒപ്പം അവർക്ക് പൈസ കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ അത് ഇരട്ടത്താപ്പാണ്. ഈ ട്രെൻഡ് കൊണ്ടുവരുന്നത് നിങ്ങൾ സിനിമാക്കാരല്ല, ജനങ്ങളാണ്. അവർക്ക് വേണ്ട സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് മുടക്കണം. അതാണ് ബിസിനസ്. ഇവർ കഴിഞ്ഞ വർഷം വന്നിട്ട് അമേരിക്ക വന്നിട്ട് പറഞ്ഞു നിങ്ങൾ താരങ്ങളില്ലാതെ ഷോ ഹിറ്റാകത്തില്ല. ആലോചിച്ച് നോക്കണം, അന്നേരം ഇവർക്ക് താരങ്ങൾ വേണമായിരുന്നു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിനെ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. പടം ഉണ്ടാക്കാൻ മാത്രം താരങ്ങൾ വേണം. പടം എടുത്തു കഴിഞ്ഞാൽ പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്ന കൂരായണം. പിന്നെ എല്ലാ താരങ്ങൾക്കും വൈത്തവ. ഏറ്റവും കൊള്ളതാത്ത താരങ്ങളാണ് ഈ. നമ്മൾ നാറി, ശരിക്കും നാറി. നാണമുണ്ടോ? നന്ദിയുണ്ടോ? ഒരു മനുഷ്യത്വം വേണ്ടി ഇവർക്കൊക്കെ സംസാരിക്കുമ്പോൾ. തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും. അതുകൊണ്ടാ പറയുന്നത്.